ശ്രീമദ് ഭാഗവതം ക്ലാസ് 290. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 10-ന്റെ 2-ാം ഭാഗത്തിലെ 88-ാമത്തെ അധ്യായമാണ്. ഇത് വിഷ്ണു ഇതര ദേവഭക്തന്മാർ തമ്മിലുള്ള അന്തരമാണ്. ചിലവർ വിഷ്ണുവിനെ ആരാധിക്കുന്നു, ബാക്കിയുള്ളവർ ബാക്കിയുള്ള ദൈവങ്ങളെ എല്ലാം ആരാധിക്കുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന നിലയിലല്ല. ആ വിഷ്ണു വെറും സംരക്ഷണം മാത്രമാണ്. ഇത് പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന ആ ലെവലില് ശ്രീഹരിയായിട്ട് അല്ലെങ്കിൽ ബ്രഹ്മമായിട്ട് ശരിയായ ഈശ്വരനായിട്ടാണ് വിഷ്ണുവിനെ നമ്മൾ കാണേണ്ടത്. ആ പരമാത്മാവിന് ചിലവർ ആ പരമാത്മാവിനെ ഭജിക്കുന്നുണ്ട്, ചിലവർ മറ്റുള്ള ദേവതകൾ ബ്രഹ്മാവ്, രുദ്രൻ ഇവരെയെല്ലാം ജലത്തെ ആരാധിക്കുന്നവരുണ്ട്, മറ്റുള്ളവരെല്ലാം ആരാധിക്കുന്നവർ ഉണ്ട്. ഇവരെ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നിലെ രാജാവ് പറയുകയാണ്, ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ എന്നിവരുടെ ഇടയിൽ ചിലർ ഒരു വസ്തുക്കളും വിശിഷ്ട വസ്തുക്കളൊന്നുമില്ലാത്ത, അതായത് സമ്പത്തൊന്നുമില്ലാത്ത, ഭോഗങ്ങളെല്ലാം എല്ലാം ത്യജിച്ചിട്ട് ചുടലപ്പറമ്പിലിരിക്കുകയാണ്. ആര്? ശിവനെ ഭജിക്കുന്നു. ചിലവര് ഈ ശിവനെ ഭജിക്കുന്നു. ശിവന്റെ അരിമേലാണെങ്കിൽ ഒരു ചുക്കുമില്ല, കുറെ ഭസ്മവും കൊണ്ട് ചുടലപ്പറമ്പിലല്ലാണല്ലോ ഇരിപ്പ്. ഒന്നുമില്ലാതെ ശിവനെ ഭജിക്കുന്നവർക്ക് അവർ അധികവും സമ്പന്നരും ഭോഗാനുഭവമുള്ളവരായി കാണുന്നു. അവർക്ക് കുറെ സമ്പത്തെല്ലാം നേടുന്നുണ്ട്, ഭോഗാനുഭവങ്ങളെല്ലാം നേടുന്നുണ്ട്, സുഖിക്കുന്നുണ്ട്. ശിവന്റെ കൈമേൽ ഒരു ചുക്കുമില്ല. എന്നിട്ടും അവരെ ഭരിക്കുന്നവർക്ക് എല്ലാ സമ്പത്തും കിട്ടുന്നു. എന്നാൽ സമ്പത്തിൻ്റെ എല്ലാം നാഥനായ ഈ പ്രപഞ്ചമെല്ലാം ഏതിൽ നിന്നുണ്ടായി? ആ ബ്രഹ്മം, അല്ലെ വിഷ്ണു, അല്ലെ കൃഷ്ണൻ, അല്ലെ ആ ശ്രീഹരി. ആ ശ്രീഹരിയെ ധ്യാനിക്കുന്നവർക്ക്, വിഷ്ണുവിനെ ഭജിക്കുന്നവർ എല്ലാ സമ്പത്തുമുള്ള കക്ഷിയാണ്. പക്ഷെ അവരങ്ങനെ കാണുന്നില്ല. അവരെ ഭജിക്കുന്നവർക്ക് കാര്യമായിട്ടൊന്നും അവരെ കയ്യിൽ കാണുന്നില്ല. അന്യോന്യം പൊരുത്തമില്ലാത്ത സ്വഭാവത്തോടുകൂടിയ ഈ രണ്ട് ദേവന്മാരെ ഭജിക്കുന്നവരുടെ ഫലങ്ങളും പൊരുത്തമില്ലാത്തതാണ്. ഈ സംശയം തീർത്തു തരണമെന്നാണ് പരീക്ഷിച്ച് രാജാവ് ചോദിക്കുന്നത്. അതായത് രുദ്രന്റെ കൈമിൽ ഒരു ചുക്കുമില്ല, പക്ഷേ അദ്ദേഹത്തെ ഭരിച്ചവർ നല്ല സമ്പത്തിലെല്ലാം ഐശ്വര്യമായിട്ട് നടക്കുന്നു. എന്നാൽ എല്ലാം അടക്കി വെച്ചിരിക്കുന്ന വിഷ്ണുവിനെ ഭജിക്കുന്നവർക്ക്, കൃഷ്ണനെ ഭജിക്കുന്നവർക്ക് ഒന്നുമില്ലാത്തതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ അന്തരമെന്ന് ചോദിക്കുകയാണ് പരീക്ഷിത്. ഇപ്പം 3-ലെ ശ്രീസുഖൻ പറയുകയാണ്, എപ്പോഴും ശക്തിയോടുകൂടി ചേർന്ന ശിവൻ ത്രിഗുണലക്ഷണങ്ങളോടുകൂടിയവനാണ്. ശിവൻ ശക്തിയാണ്, ശക്തിയോടുകൂടിയാണ്, ത്രിഗുണങ്ങളുടെ ഇരിപ്പിടമാണ്. ത്രിഗുണം എന്നാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിലൂടെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം രുദ്രനെ സേവിച്ചുകൊണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ തന്നിമിത്തം പ്രകൃതി ഗുണങ്ങളോട് കൂടിയവനാണ്. ഈ പ്രകൃതിയുടെ ഗുണമുള്ളവനാണ് രുദ്രൻ. ഈ പ്രകൃതി ഉണ്ടായിരിക്കുന്നത് ഏതിൽ നിന്നാണ്? രുദ്രനിൽ നിന്നാണ്. രുദ്രൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആറ്റമാണ്. ആറ്റങ്ങളെ കൊണ്ടാണ് പ്രകൃതി ഉണ്ടായിരിക്കുന്നത്.
അപ്പം ആറ്റത്തിൻ്റെ കൂടെയാണ് സത്വരജോ തമോ ഗുണമുള്ളത്. നമ്മൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പ്രകാരമാണ് എല്ലാ സൃഷ്ടിയും നടക്കുന്നത്. അപ്പം രുദ്രനെ ആശ്രയിച്ചാൽ, ആറ്റത്തെ ആശ്രയിച്ചാൽ അത് പ്രകൃതിയുടെ ഭാഗങ്ങളാണ്. അഹങ്കാരം, സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 തരത്തിലുണ്ട് ആ ഗുണങ്ങളെല്ലാം. അതിൽ നിന്ന് 16 വികാരങ്ങളുണ്ടായി. ഈ സത്വരജോ തമോ ഗുണങ്ങൾ രുദ്രനിൽ നിന്നാണ്, ആറ്റങ്ങളിൽ നിന്നാണ് ഈ പ്രകൃതിയിലുള്ള എല്ലാ 16 വികാരങ്ങളും. 16 വികാരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളുണ്ടായി, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയ എല്ലാം ഉണ്ടായി. അങ്ങനെ ഏതെങ്കിലും ഒരു വികാരോപാധിയോടുകൂടി ദേവനെ ഭജിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാ തരത്തിലുള്ള വിഭൂതികളുടെയും ഫലങ്ങളെ അനുഭവിക്കുന്നു. അങ്ങനെ ആ രുദ്രനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറ്റുന്നു? ഏതെങ്കിലും രീതിയിൽ ഉപാസിച്ചാൽ അവർക്ക് എല്ലാ വിഭൂതികളുടെയും ഫലം അനുഭവപ്പെടും. അതായത് ആറ്റങ്ങളെല്ലാം രുദ്രൻ. അപ്പം രുദ്രനെ ആശ്രയിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആറ്റം എടുക്കാം, വേണ്ടുന്ന നേരത്ത് കൂട്ടിയെടുത്തിട്ട് വെള്ളം ഉണ്ടാക്കാം. ആറ്റം തന്നെ സ്വർണ്ണമാണ്, വെള്ളിയാണ്, എല്ലാമാണ്. അത് നമുക്ക് കിട്ടും. ആറ്റങ്ങളെടുത്തിട്ട് ഹൈഡ്രജൻ, ഓക്സിജൻ എല്ലാം കൂട്ടിച്ചേർത്ത്, കാർബണും എല്ലാം കൂട്ടിച്ചേർന്നിട്ട് പഞ്ചസാര ഉണ്ടാക്കാം. രാസവസ്തുക്കൾ ആറ്റങ്ങളിൽ നിന്നാണല്ലോ രാസവസ്തുക്കൾ. അപ്പോൾ യജ്ഞങ്ങൾ ചെയ്യുന്ന രാസപ്രവർത്തനത്തിലൂടെയാണ്. നമുക്കെന്ത് കിട്ടും? സൗഭാഗ്യം കിട്ടും. ആ ഗുണങ്ങൾ പറഞ്ഞിട്ട് സത്വരജോ തമോ ഗുണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. ആ ഗുണം അനുസരിച്ചിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ ഭൗതിക വസ്തുക്കളെല്ലാം രുദ്രന്മാരാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം രുദ്രമാണ്. വെള്ളം രുദ്രനാണ്. നമ്മൾ വെള്ളത്തെ ആരാധിച്ചാൽ ദാഹമുള്ളവരെ വെള്ളം നമ്മൾ ദാഹം തീർത്ത് തരും. മാങ്ങേനെ ആരാധിച്ചാൽ വിശപ്പുള്ളവരെ മാങ്ങ തിന്നാൽ നമ്മളെ വിശപ്പ് തീരും. ഈ ഭൗതിക വസ്തുക്കളെല്ലാം, ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത് രുദ്രനിൽ നിന്നാണ്. അതിനെ നമ്മൾ അല്ലാതെ വെള്ളത്തെ ആരാധിക്കുവാൻ പറഞ്ഞാൽ വെള്ളം ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് വെളിച്ചവും കത്തിച്ച് വെച്ചിട്ട് വെള്ളമേ എൻ്റെ ദാഹം തീർത്ത് തരണമെന്ന് പറഞ്ഞാൽ വെള്ളം ദാഹം തീർക്കൊന്നുമില്ല. അതുകൊണ്ടാണ് സത്വരജോ ഗുണം. ഈ ഗുണങ്ങൾ, രജോ ഗുണം എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ട് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പ്രകാരം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും രുദ്രന്മാരാണ്. അവരിലൂടെയാണ് നമ്മൾ ചോറുണ്ടാക്കുന്നതും ഇറച്ചി ഉണ്ടാക്കുന്നതും ബിരിയാണി ഉണ്ടാക്കുന്നതും എല്ലാം ഉണ്ടാക്കി എത്തുന്നത്. അപ്പം നമുക്ക് സമ്പത്ത് ഉണ്ടാക്കും. അതുകൊണ്ട് രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റമാണ്. ആറ്റത്തിൻ്റെ കൈമൽ വേറെ ഒന്നുമില്ല. ആറ്റത്തെ നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടാക്കാം. നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം, സമ്പന്നവും ആകാം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ അത് അധ്വാനിച്ചാലേ കിട്ടുള്ളൂ. വിഷ്ണുവാകട്ടെ ഗുണാതീതനാണ്. വിഷ്ണു എന്ന് പറയുന്നത് പുരുഷനാണ്. ആ പുരുഷനിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. പ്രപഞ്ചത്തെ ആരാധിച്ചാൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിലുള്ള എല്ലാം കിട്ടും. പ്രകൃതിയെ, ആ നിർഗുണമായ ബ്രഹ്മത്തെ, പുരുഷനെ ആരാധിച്ചാൽ എന്താ കിട്ടാൻ പോകുന്നത്? ബ്രഹ്മസാക്ഷാത്കാരം. അപ്പം അങ്ങനെ ആരാധിക്കണ്ടെങ്കിൽ ഉടുതുണി എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപൻ വിഷ്ണു തന്നെയാണ്. പക്ഷെ അങ്ങേരെ ആരാധിക്കണ്ടിക്ക് നമ്മൾ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകണം. അപ്പം വിഷ്ണു വാകട്ടെ ഗുണാതീതന, അവനൊരു ഗുണവുമില്ല. പ്രകൃതിക്ക് ഉപരിയായിട്ടാണ് അത് നിൽക്കുന്നത്. കാരണം വിരാട് രൂപത്തിൽ അതിൻ്റെ കാൽക്കടത്തുള്ള ഒരു പൊടിയായിട്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം വിഷ്ണു അതിൻ്റെ ഏറ്റവും വലിയതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ കൺട്രോളിലാണ്. കേവല ആത്മാവായ പരമപുരുഷനാണ്. അത് പരമപുരുഷനാണ്, അത് ബ്രഹ്മമാണ്. ആര്? ഈ കൃഷ്ണൻ. അവൻ എല്ലാം ദർശിക്കുന്നവനും സാക്ഷിരൂപനുമാണ്. അത് അവിടെ ഇരുന്നു കൊണ്ട് എല്ലാം നോക്കും, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം.
ആ കാലിൻ്റെ അറ്റത്തുള്ളൊരു ചെറുതാണല്ലോ ഈ ഭൂലോകം, പൊടിമാതിരി. അതവിടെ ഇരുന്നിട്ട് അങ്ങനെ നോക്കും. സാക്ഷി രൂപമാണ്, ഒന്നിലും ഇടപെടൊന്നുമില്ല. അപ്പം കൃഷ്ണനൊന്നിലും ഇടപെടില്ല. വിഷ്ണു അതുകൊണ്ട് സാക്ഷിരൂപമാണ്. അപ്രകാരമുള്ള വിഷ്ണുവിനെ ഭജിക്കുന്നവർ ഗുണരഹിതരായും ഭവിക്കപ്പെടുന്നു. അവരുടെ ഗുണങ്ങളെല്ലാം നശിച്ചു പോകും. അതായത് വിഷ്ണുവിനെ ഭജിക്കണ്ടെങ്കിൽ, ശ്രീഹരിയെ ഭജിക്കണ്ടെങ്കിൽ അത് പരമപുരുഷാർത്ഥമാണ്. ആ പുരുഷനാണ്, പരമപുരുഷനാണ്. ആ പുരുഷനെ ഭജിക്കുന്നവർ എല്ലാം ത്യജിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ, എന്നാലേ ഭജിക്കാൻ പറ്റുള്ളൂ. അശ്വമേധയാഗം കഴിഞ്ഞതിൽ പിന്നെ ധർമ്മപുത്ര ഭഗവാനിൽ നിന്നും ധർമ്മരഹസ്യം കേൾക്കുവാനായി ശ്രീകൃഷ്ണനോട് ഇത് തന്നെ ചോദിച്ചിരുന്നു. പണ്ട് അശ്വമേധയാഗമെല്ലാം കഴിച്ചിട്ട് ധർമ്മപുത്രര് കൃഷ്ണനോട് ഇത് തന്നെ ചോദിച്ചിരുന്നു. ഈ രണ്ട് തരത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് കൃഷ്ണനോട് തന്നെ ചോദിച്ചിരുന്നു. അപ്പം കൃഷ്ണൻ തന്നെ പറഞ്ഞിരുന്നു പറയാൻ പോവുക. നമ്മൾ ഈ ആരാധിക്കുന്ന കൃഷ്ണൻ തന്നെ, അതായത് കൃഷ്ണൻ ആരാണ്? ശ്രീഹരിയായിട്ട് കാണണം, ആ പരബ്രഹ്മമായിട്ട് കാണണം. ആ കൃഷ്ണൻ തന്നെ ധർമ്മപുത്രർക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 7 മനുഷ്യർക്ക് ക്ഷേമത്തെ സാധിപ്പിച്ചു കൊടുക്കുന്നതിനായി യാതൊരാൾ യദു മഹാരാജാവിൻ്റെ വംശത്തിൽ അവതരിച്ചുവോ ആ സർവശക്തനും സർവജ്ഞനുമായ ശ്രീകൃഷ്ണൻ, ഈ ശ്രീകൃഷ്ണൻ തന്നെയാണ് പറയുന്നത്. ഇനി ശ്രീഹരി വന്ന് പറഞ്ഞൊന്നും ധരിക്കണ്ട. ശരിയായ ശ്രീകൃഷ്ണൻ, യദുവംശത്തിൽ ജനിച്ച ശ്രീകൃഷ്ണൻ, നമ്മൾ ഈ ആരാധിക്കുന്ന ശ്രീകൃഷ്ണൻ തന്നെയാണ് സന്തുഷ്ടിയോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ആര്? കേൾക്കാതിരിക്കുന്ന യുധിഷ്ഠിരനോട് പറയുന്നത് എന്നെ കേൾക്കും. കൃഷ്ണൻ തന്നെ പറയുകയാണ്. നമ്മൾ ഈ ആരാധിക്കുന്ന കൃഷ്ണൻ തന്നെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? 8 ഞാൻ യാതൊരാളെ അനുഗ്രഹിക്കുന്നു, ഞാൻ ആരെയെങ്കിലും അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ധനത്തെ പിടിച്ചു പറ്റുന്നു. ആദ്യം തന്നെ അവൻ്റെ കൈകളിലുള്ള എല്ലാം ഞാൻ പിടിച്ചു വാങ്ങും. അതായത് കൃഷ്ണനെ ആരാധിക്കാൻ പോയി കഴിഞ്ഞാൽ, അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവൻ്റെ കൈകളിലുള്ള എല്ലാ ധനവും പിടിച്ചു വാങ്ങുന്ന കൃഷ്ണൻ തന്നെ പറയുകയാണ്. അതുമൂലം ദുഃഖത്തോട് ദുഃഖം തുടർച്ചയായി അനുഭവിക്കുന്നു. പിന്നെ അവൻ്റെ ജീവിതത്തിൽ ദുഃഖത്തോട് ദുഃഖമാണ്. ആ ദീർണനെ അവൻ്റെ ബന്ധുജനങ്ങൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ദാരിദ്ര്യം കയറുമ്പോൾ അവൻ്റെ ബന്ധുജനങ്ങളും അവനെ ഉപേക്ഷിക്കും. ഇത് കഥയിൽ തിരിച്ചു പറയുന്നതായിട്ട് കണ്ടാൽ മതി. യഥാർത്ഥത്തിൽ ആ വിഷ്ണുവിനെ, കൃഷ്ണനെ ബ്രഹ്മസാക്ഷാത്കാരത്തിനായി പോകണ്ടെങ്കിൽ, ആ കൃഷ്ണൻ പ്രസാദിക്കണ്ടെങ്കിൽ നിങ്ങൾ കുടുംബത്തെയെല്ലാം ഉപേക്ഷിച്ച് ഉടുതുണി അടക്കം പിടിച്ച് കളഞ്ഞിട്ട് നേരെ ധനുവെല്ലാം കളഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം, എന്നാൽ അനുഗ്രഹിക്കും. ഇത് തിരിച്ച് കഥയിൽ പറയുകയാണ്. ആദ്യം അവനെ ദരിദ്രനാക്കി മാറ്റും, ഒരു പൈസ ഇല്ലാതെ ദുഃഖത്തോട് ദുഃഖമായിട്ട് മാറ്റും. അപ്പം അവൻ്റെ കുടുംബക്കാരന് അവനെ എടുത്ത് ദൂരെ കളയും. 9 അവനപ്പോൾ നിഷ്ഫലമായ ധനസമ്പാദനത്തോടു കൂടിയവരായിരിക്കുന്ന, അപ്പോൾ ധനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിന്നും വിമുക്തനായി വിരക്തനായി ഭവിക്കും. പിന്നെ അവന് ധനവും വേണ്ട, ഒരു ചുക്കും വേണ്ട, അവൻ ഈ ലോകത്തെ തന്നെ മറക്കും, വിരക്തി ഉണ്ടാകും. ആ നിലയിലേക്ക് ഞാൻ അവനെ എത്തിക്കുന്നു. എൻ്റെ ഭക്തന്മാരോടുകൂടി സ്നേഹബന്ധം സമ്പാദിച്ച അവൻ എൻ്റെ അനുഗ്രഹം ഞാൻ സാധിപ്പിക്കുന്നു. അങ്ങനെ അവൻ എൻ്റെ ഭക്തന്മാർ, ഇതേ അവസ്ഥയിലെത്തിയ വേറെ ഭക്തന്മാരുണ്ടാവുമല്ലോ, എല്ലാം നഷ്ടപ്പെട്ട് വിരക്തിയും വന്ന് കൂടിയിരിക്കുന്ന അവരോട് ചേർന്നിട്ട് ഞാൻ അവനെ അനുഗ്രഹിക്കും. അതായത് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പം ജീവിതത്തിൽ 2 മാർഗമേ ഉള്ളൂ. ഒന്നിൽ കൃഷ്ണനെ ആരാധിച്ചിട്ട് ബ്രഹ്മത്തിലേക്ക് പോയി എല്ലാം നശിപ്പിച്ചിട്ട്
കുടുംബത്തെ തന്നെ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പോയിക്കൊള്ളുക. അല്ലെങ്കിൽ രുദ്രൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ്, മറ്റേത് പുരുഷനാണ്, ഇത് പ്രപഞ്ചമാണ്. രുദ്രൻ ആറ്റമാണ്, ആറ്റങ്ങളെടുത്ത് ആറ്റമാണ് പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തെ എടുത്ത് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെടുത്ത് സത്വരജോ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്തിട്ട് നിങ്ങൾ വീടുണ്ടാക്കിയോ സ്വത്തുണ്ടാക്കിയോ എന്തോ ചെയ്തോ സുഖിച്ചോ. വളരെ വ്യക്തമാണല്ലോ കൃഷ്ണൻ ആരാധിച്ചാലുള്ള അവസ്ഥ. ഇതെല്ലാം ഭാഗവത പ്രഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒറ്റയൊരുത്തടി. പിന്നെ കൃഷ്ണൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെല്ലാം ഭാഗവതത്തിലൂടെ അവിടെ ആത്മീയ പ്രഭാഷണങ്ങൾ ഇതെല്ലാം വരി വായിച്ചിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ കൃഷ്ണൻ്റെ അവസ്ഥയും ലോകത്തിലുള്ള കൃഷ്ണൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഗുരുവായൂരെല്ലാം ആളുകൊണ്ട് തള്ളുന്നതിന് വേണ്ടിയിട്ട് പോയിക്കോ. അവിടെ പോയി പ്രാർത്ഥിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഞാൻ അനുഗ്രഹം, കൃഷ്ണൻ പറയുകയാണ് ഞാൻ അനുഗ്രഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ആദ്യം പിച്ചക്കാരൻ മതിയാക്കി മാറ്റും. ഇത് ബന്ധുക്കളെ തന്നെ അവനിൽ നിന്നും വേർപിക്കും. എല്ലാതെ നിങ്ങൾ കൃഷ്ണ കൃഷ്ണന്ന് വെച്ച് നടന്നോട് ഒരു കാര്യം ഇല്ല. ഞാൻ പറയുന്നതല്ല, ഇത് ഭാഗവതം പറയുകയാണ്. നിങ്ങളെ ഗുരുക്കന്മാർ ഇതൊന്നും മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഗുരുവൊന്നുമല്ല. ഞാനിവിടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് എനിക്കറിയുന്ന അർത്ഥത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറയുന്നു, അത്രയേ ഉള്ളൂ. അതിനെ വ്യാഖ്യാനിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും ഞാൻ കൈമന്നിട്ട് പറയുന്നൊന്നുമല്ല. വരികളിൽ നിന്ന് മാറിയിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ ഉള്ള വരികൾ പറഞ്ഞത് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അതിൽ നിന്ന് കുറച്ചൊന്നും മാറി വീട്ടുകാര്യത്തിലേക്കും നാട്ടുകാര്യത്തിലേക്കും ഒന്നും ഞാൻ പോകുന്നില്ല, രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഈ വരികളിലൂടെയാണ് പോകുന്നത്. ആ ബ്രഹ്മം അത്യന്തം സൂക്ഷ്മമായതും ജ്ഞാനഘനവും ശാശ്വതവുമാണ്. ആ ബ്രഹ്മം, ആ ബ്രഹ്മസാക്ഷാത്കാരം സൂക്ഷ്മമാണ്, ഭൗതികമല്ല. ജ്ഞാനഘനവുമാണ്, എല്ലാ ജ്ഞാനവും തികഞ്ഞതാണ്. ജീവിതത്തിൻ്റെ ശരിയായ ലക്ഷ്യം ബ്രഹ്മം തന്നെ സാക്ഷാത്കാരം. ശാശ്വതമാണ്, അതാണ് ശാശ്വതം. പിന്നെ മനസ്സിലെന്തില്ല? ഒലച്ചിലില്ല. ഏറ്റവും ദുരാരാധ്യനായ എന്നെ ഉപേക്ഷിച്ച് സാധാരണ ജനം മറ്റുള്ള ദേവന്മാരെ ഭജിക്കുന്നു. ഏറ്റവും ദുരാരാധ്യനായ, അങ്ങനെ എളുപ്പത്തിലൊന്നും ആരാധിക്കാൻ പറ്റുന്നവനല്ല ഞാൻ. അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് എല്ലാവരും ആരെ പിന്നാലെ പോകുന്നു? രുദ്രന്മാരുടെ, മറ്റുള്ള ദേവന്മാരുടെ കൂടെ പോകുന്നു. ആ കൂടെ പോകുന്നതിന് അർത്ഥമുണ്ട്. അവിടെ പോയി ഭരിച്ചുകൊണ്ടെടുത്ത് ഇങ്ങനെ തരുമൊന്നുമില്ല. നിങ്ങൾ സത്വരജോ തമോ ഗുണങ്ങൾ ഉപയോഗിച്ചിട്ട് രുദ്രന്മാരെ, ആറ്റങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ വെള്ളമുണ്ട്, വെള്ളം ദേവതയാണ്. കുപ്പിയിലാക്കിയിട്ട് ഡിസ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് വാട്ടർ 15 റുപ്യ 20 റുപ്യ കുപ്പിയിൽ നിറച്ചിട്ട് വെള്ളം നിറച്ചിട്ട് വിറ്റാൽ പൈസ സമ്പാദിക്കാം. അല്ലാതെ വെള്ളത്തിൻ്റെ ഒരു പടവും വെച്ച് എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ ഗീതു ദേവത ജലം എന്ന് പറയുന്ന ആപ്പ് എന്നെല്ലാം പറഞ്ഞ മന്ത്രങ്ങളുണ്ട്. അത് ചൊല്ലിക്കൊണ്ടിരുന്നുകൊണ്ട് ദാവും തരൂല, പൈസയും കിട്ടാൻ പോകുന്നില്ല. സത്വരജോ തണവോ ഗുണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പ്രകാരം നിങ്ങൾ വെള്ളത്തെ എടുത്തിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ, കുപ്പിയിലാക്കി വിറ്റ് കഴിഞ്ഞാൽ ഒരു കുപ്പിക്ക് 20 റുപ്യ വെച്ച് വാങ്ങാം. അതുകൊണ്ട് അവർ ശീഘ്രപ്രസാദികളായ ദേവന്മാരിൽ നിന്നും ലഭിക്കുന്ന രാജാതി സമ്പത്തിന ഉന്മാർഗികളാവുകയും, അങ്ങനെ അവർ മറ്റുള്ള ദേവന്മാരുടെ പിന്നാലെ പോയിട്ട് രാജാതി സമ്പത്തിന, രാജാവ്, ഒരു രാജ്യത്തിലുള്ള രാജാവിനുമായിട്ട് ബന്ധപ്പെട്ട സമ്പത്തിനാൽ ഉന്മാർഗകാമികളും ഗർവിഷ്ഠരും ആരെയും വകവെക്കാതവരെ ഭവിച്ച്, അതായത് കൃഷ്ണനെയും ശിവനെയും
പിന്നെ അയ്യപ്പനെയും ഗണപതിനെയെല്ലാം ബഹുമാനിക്കുന്നവരെന്തായിത്തീരുകയാണ്? ഗർവിഷ്ഠരായും ആരെയും വകവെക്കാത്തവരായും വരം കൊടുത്ത ദേവന്മാരെ തന്നെ മറന്നു കളയുകയും അപമാനിക്കുകയും ചെയ്യുന്നു. അവർ വല്ല ഗുണവും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അപമാനിക്കും. വരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ കിട്ടുന്നുള്ള അർത്ഥമല്ല. സത്വരജോ തമോ ഗുണമാണ് ഉപയോഗിച്ചത്. ഉദാഹരണമായിട്ട് വെള്ളത്തെ ദാഹം ഉണ്ടെങ്കിൽ വെള്ളം നമ്മളെ ദാഹം തീർത്ത് തരും. വെള്ളമേ എൻ്റെ ദാഹം തീർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കുളിക്കണം. അപ്പം വെള്ളം പ്രസാദിച്ചിട്ട് സോഡ കുപ്പി എടുത്തിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ദാഹമെല്ലാം തീരും. ദാഹമെല്ലാം തീരുമ്പോൾ ബാക്കി സോഡ ഉണ്ടാകും കൈമൽ. അതെടുത്തിട്ട് കൈമൽ വെച്ച് മുഖയിലൊരു കഴുകൽ. സിനിമയെ കണ്ടതാണ്. അതിനെ അപമാനിക്കുകയാണ്. എൻ്റെ മുഖം കേൾക്കാനാണ് നിൻ്റെ കാര്യം. അതുവരെ അയ്യോ വെള്ളമേ എൻ്റെ ദാഹം ഒന്ന് തീർത്തിടുക എന്ന് പ്രാർത്ഥിച്ചിട്ട് ശരി ദാഹം തീർത്തേറെ നമ്മളുടെ കുടിച്ചതിൻ്റെ ശേഷം ബാക്കി എടുത്തിട്ട് എടുത്ത് മുഖം മുഴുവൻ കഴുകാൻ വേണ്ടിയിട്ട് അപമാനിച്ചു വിട്ടു, വൃത്തികേടാക്കിയിട്ട് കളഞ്ഞു. ഇതാണ് പറയുന്നത്, വരം കൊടുത്ത ദേവന്മാരെ തന്നെ മറന്നു കളയുകയും അപമാനിക്കുകയും ചെയ്യുന്നു. ചിലവർ നല്ല സദ്യ കല്യാണ വീട്ടിൽ ക്ഷണിച്ചാൽ പോകും. നല്ല ബിരിയാണിയെല്ലാം അവിടെ നിന്ന് മുട്ടനെ വാങ്ങി അടിച്ച് കഴിക്കും. എല്ലാം സുഭിക്ഷമായിട്ട് ഇറങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സദ്യ തീരെ ശരിയായില്ല കേട്ടോ. ഞാൻ ഇത്ര മോശമാവുന്നൊന്നും പറഞ്ഞ് നല്ലോണം വെട്ടി വിടുക്കിയിട്ടാണ് പുറത്ത്. അയ്യേ ഒന്നിനും കൊള്ളൂല്ല. ഞാൻ വായൊന്നിരിച്ചു നോക്കി, എനിക്ക് മനസ്സിലായി ഇങ്ങനെയല്ലാണ് ആ സദ്യനെ തന്നെ അപമാനിക്കും. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. ഈ ദേവതകളെ ആശ്രയിക്കുന്നവർ അഹങ്കാരികളായിത്തീരും. ഈ മറ്റുള്ള ദേവതകളെ പേരൊന്നും ഞാൻ പറയണ്ടല്ലോ. കുറേ 30 എത്രയോ ദേവതകളുണ്ട് ഈ നാട്ടിൽ. അവരെല്ലാം ആരാധിക്കുന്നവർ അവസാനം അഹങ്കാരികളായിത്തീരും. ആരാ പറയുന്നത്? ഭാഗവതം, വേദവ്യാസൻ. വേദവ്യാസൻ അങ്ങനെ പറയും അവിടെ. എൻ്റെ 12 ശ്രീസുഖൻ പറയുകയാണ്, ബ്രഹ്മ വിഷ്ണു ശിവൻ മുതലായ ദേവന്മാരെല്ലാം തന്നെ ശാപത്തിനും പ്രസാദത്തിനും കഴിവുള്ളവരാണ്. അവർ ശപിക്കാനും കഴിവുള്ളവരാണ്, പ്രസാദത്തിനും കഴിവുള്ളവരാണ്. ഉടനടി ശാപവും പ്രസാദവും കൊടുക്കുന്ന ദേവൻ ശിവനാണ് ഉടനെ പ്രസാദിക്കുക. ഏത്? ആറ്റം. ഈ ലോകത്തെ തന്നെ നശിപ്പിക്കണം എന്നോട് ചോദിച്ചാൽ മതി. ആ ന്യൂക്ലിയർ ബോംബ് ഒന്ന് പൊട്ടിച്ചേച്ചാൽ, ആറ്റം ഒന്ന് പൊട്ടിച്ചേച്ചാൽ ലോകത്തെ തന്നെ ഭസ്മമാക്കി തരും. വേണം എന്നെ സമീപിച്ചാൽ മതി. ബ്രഹ്മാവും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് പ്രസാദിക്കും. പെട്ടെന്ന് കുട്ടികളുണ്ടാക്കി തരുന്നുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ കുട്ടികളുണ്ടാവും. കുട്ടികൾ ഉണ്ടാവുന്നല്ല, തുടക്കം കുറിക്കും. ബ്രഹ്മാവ് ഭയങ്കര ആക്റ്റീവാണ്. പെട്ടെന്ന് അനുസാരിക്കും. വിഷ്ണു ആകട്ടെ അങ്ങനെയല്ല. വിഷ്ണുവിൻ്റെ അടുത്ത് ഇതുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ പോരാ. ആദ്യം നിന്നെ പിച്ചക്കാരനാക്കി മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഈ വിഷ്ണു എന്ന് പറയുന്നത് വെറും സംരക്ഷണം നോക്കുന്ന വിഷ്ണുവല്ല, പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന ആ ശ്രീഹരി പരമാത്മാവ്. പരമശിവൻ വൃഷാസുരന് വരം കൊടുത്ത് ക്ലേശം അനുഭവിച്ച ഉദാഹരണമാണ്. വൃഷാസുരന് ഒരു വരം കൊടുത്ത് ഒരു ഉദാഹരണം പറയുകയാണ്. മറ്റുള്ള ദേവതകൾ വരം കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ തിരിച്ച് അമ്മമാർക്കിട്ട് പാരായി. നമ്മളെ സംരക്ഷിക്കുന്ന വനങ്ങളെയെല്ലാം നമ്മൾ തന്നെ വെട്ടിക്കൊണ്ടുപോകും. പ്രകൃതിയാണ് നമ്മളെ സംരക്ഷിക്കുക. പ്രകൃതിയും നമ്മൾ നശിപ്പിച്ച് കഴിയുമ്പോൾ കൊടുക്കും. അന്തരീക്ഷമാണ് നല്ല ശുദ്ധവായു തരുന്നത്. അതും ശ്വസിച്ചിട്ട് അതിലേക്ക് തന്നെ നമ്മളെ വേണ്ടാത്ത വായുവിനെ അങ്ങോട്ടേക്ക് തന്നെ തള്ളി വിട്ടു കൊടുക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ശകുനി എന്ന അസുരന്റെ പുത്രനും ദുർബുദ്ധിയുമായ വൃഷകൻ എന്ന അസുരൻ വഴിയിൽ വെച്ച് നാരദമുനിയെ കാണുന്നു. ത്രിമൂർത്തികളിൽ വെച്ച് ഏറ്റവും വേഗം സന്തോഷിപ്പിക്കാൻ പറ്റിയ ദേവനാരാണെന്ന് നാരദരോട് ചോദിക്കുന്നു. നാരദൻ പറഞ്ഞു, പരമസുമനെ
ഉപാസിച്ചാൽ മതി. എളുപ്പത്തിൽ നീ എല്ലാ സിദ്ധിയും നേടും. ആറ്റങ്ങളെ ആശ്രയിക്കുക. രാസപ്രവർത്തനത്തിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം സൃഷ്ടിക്കുന്നത്. ആറ്റങ്ങളിലൂടെയാണ്. അത് രാസപ്രവർത്തനമാണ്. നമ്മൾ എന്ത് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു രാസപ്രവർത്തനമാണ്. അതിലൂടെയാണ് നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നത്. അതാണ് രുദ്രൻ. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലും ശരീരത്തിൽ രാസപ്രവർത്തനം നടന്നിട്ടാണ് അത് ശരീരത്തിന് വേണ്ട വസ്തുക്കളെല്ലാമായിട്ട് മാറുന്നത്. ആ രാസപ്രവർത്തനം ആറ്റങ്ങളാണ് പങ്കെടുക്കുന്നത്. അത് രുദ്രനാണ്. ആ അർത്ഥത്തിലെടുത്താൽ ഇതിൻ്റെ അർത്ഥം പെട്ടെന്ന് പിടികിട്ടും. നിന്റെ സിദ്ധിയിടും. ആ ദേവൻ അല്പമായ ഗുണം കൊണ്ടും അല്പമായ ദോഷം കൊണ്ടും അതിവേഗം സന്തോഷിപ്പിക്കുന്നവനാണ്, കോപിക്കുന്നതിനുമാണ്. ചിലപ്പം ചെറിയ ഒന്ന് സമീപിച്ചാൽ മതി, പെട്ടെന്ന് സന്തോഷിക്കും. ചെറിയ കാര്യം കൊണ്ട് കോപിക്കുകയും ചെയ്യും. സ്തുതിപാഠകന്മാരായി തന്നെ വാഴ്ത്തിയ രാവണനും വാണകാസുരനും മുതലായവർക്ക് എതിരേറ്റ ഐശ്വര്യം കൊടുത്തു. അദ്ദേഹത്തെ സ്തുതിച്ച രാവണനെല്ലാം എല്ലാ ഐശ്വര്യങ്ങളും അദ്ദേഹമാണ് കൊടുത്തിരിക്കുന്നത്. അവരിൽ നിന്ന് മഹാസങ്കടവും അനുഭവിച്ചു. ഈ വരം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയത് സങ്കടമാണ്. ഇപ്രകാരം ഉപദേശിച്ചപ്പോൾ വൃകാസുരൻ കേദാര ക്ഷേത്രത്തിൽ വെച്ച് തൻ്റെ തന്നെ മാംസം കൊണ്ട്, ശരീരത്തിൽ നിന്ന് മാംസം എടുത്തുകൊണ്ട് ഹോമം ചെയ്തു. തൻ്റെ തന്നെ മാംസം ഇങ്ങനെ എടുത്തെടുത്ത് അഗ്നിയിൽ ഹോമിച്ചുകൊണ്ട് തപസ് ചെയ്തു. അഗ്നിയാവുന്ന മുഖത്തോടുകൂടിയ പരമശിവനെ സ്വശരീരത്താൽ ആരാധിച്ചു. തൻ്റെ ശരീരം തന്നെ അഗ്നിയിൽ ഹോമിച്ചിട്ട് ശിവനെ ആരാധിച്ചു. എൻ്റെ 18 മഹാദേവനെ ലഭിക്കാതെ എന്നിട്ടൊന്നും മഹാദേവൻ പ്രസന്നമായില്ല. അപ്പം ദേഷ്യം പിടിച്ചു. 7ാമത്തെ ദിവസം എന്ത് ചെയ്തു? അദ്ദേഹം തീർത്ഥ ജലത്തിലെല്ലാം പോയി കുളിച്ചിട്ട് നനഞ്ഞ മുടിയോടുകൂടി തൻ്റെ ശിരസിനെ വെട്ടി അർപ്പിക്കുവാൻ തീരുമാനിച്ചു. ശിരസിനെ തന്നെ വെട്ടി അർപ്പിക്കുകയാണ്. അപ്പോൾ വലിയ ദയാലുവായ പരമശിവൻ തീകുണ്ടത്തിൽ നിന്നും സാക്ഷാൽ അഗ്നി ഭഗവാൻ എന്ന് തോന്നിക്കുമാർ പ്രത്യക്ഷപ്പെട്ട് തന്നെ തൃക്കരത്താൽ അവൻ്റെ കയ്യിൽ പിടിച്ചു തടഞ്ഞു. കയ്യിൽ പിടിച്ചോണ്ടേ നീ തലയൊന്നും പിടിച്ചൊന്നും വേണ്ട. ആ സ്പർശത്താൽ അവൻ്റെ ശരീരത്തിലെ വ്രണങ്ങളെല്ലാം ഉണങ്ങി. ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് അഗ്നി ലോപിച്ചായിരുന്നല്ലോ. അപ്പം കയ്യിൽ പിടിച്ചപ്പോൾ കൈ സ്പർശമേറ്റപ്പോൾ തന്നെ ഇവൻ്റെ ശരീരമെല്ലാം പൂർവ്വസ്ഥിതിയിൽ ആയി. ശിവൻ അവനോട് പറഞ്ഞു 20 പ്രിയഭക്ത മതി, സാഹസം മതി, ഇഷ്ടവരം ചോദിച്ചുള്ളൂ. വെറും ജലം കൊണ്ട് ആരാധിക്കുന്നവർക്കും ഞാൻ പ്രസാദിക്കും. എന്നെ ഇങ്ങനെ ശരീരം നീ ആവശ്യമില്ലാതെ ശരീരത്തെ പീഡിപ്പിക്കുന്നു. വെറുതെ ശരീരത്തെ എടുത്തിട്ട് തരേണ്ട ആവശ്യമില്ല. വല്ല വെള്ളവും കൊണ്ട് പൂജിച്ചാൽ തന്നെ ഞാൻ പ്രസന്നനാകും. അപ്പോഴവൻ ശിവനോട് പ്രാണികൾക്ക് ഭയം ജനിപ്പിക്കുന്ന വരമാണ് ചോദിച്ചത്. ഞാൻ ആരുടെ തലയിൽ കൈവച്ചാൽ അവൻ അപ്പോൾ മരിച്ചു പോകണം. ആരെങ്കിലും തലയിൽ കൈവച്ചാൽ ഉടനെ മരിച്ചു പോകണം. ഈ വരയെ വേണ്ടു. അപ്പോൾ ശിവൻ മനപ്രയാസത്തോടു കൂടിയാണെങ്കിലും പാമ്പിന് പാൽ കൊടുക്കുന്നത് പോലെ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞു. ശരിയെന്നാൽ പിന്നെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് ആ വരം കൊടുത്തു. ചിരിച്ചുകൊണ്ട് വരം നൽകി. അങ്ങനെ 23 അങ്ങനെ വരം ലഭിച്ച അവൻ പാർവതിയെ തന്നെ, പാർവതിയിലെ മോഹം, അടുത്ത് പാർവതി നിൽക്കുന്നു, പാർവതിയിലോട് മോഹം തുടങ്ങി. എന്നിട്ട് അപഹരിക്കാൻ തീരുമാനിച്ചെന്നാൽ പിന്നെ പാർവതീനെ അപഹരിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കല്ലേ ശിവൻ. എന്നാൽ പിന്നെ ശിവനെ ഭസ്മമാക്കി കളയുന്നിട്ട് പാർവതീനെയും കൊണ്ടുപോകാം. തൻ്റെ കൈ ശിവൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചു. കാരണം ശിവനങ്ങില്ലായി കഴിഞ്ഞാൽ പിന്നെ പാർവതീനെയും കൊണ്ട് സുഖമായിട്ട് പോയിക്കൂടെ. നമ്മളല്ലേ ഈശ്വരൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത്. ഈ ദേവന്മാരുടെ അടുത്തെല്ലാം പോയിട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നമുക്കത് കിട്ടണേ, മറ്റേത് കിട്ടണേ, ഇത് കിട്ടണേ, അവന് കിട്ടേണ്ട ജോലി എനിക്ക് കിട്ടണേ, ഇതെല്ലാം പ്രാർത്ഥന. പിന്നെ അവൻ കുത്തുവാളയെടുക്കണേ, ഇതെല്ലാം നാളെ പോയിട്ട്
പ്രാർത്ഥിക്കുന്നത്. എല്ലാം ദോഷത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി. ഇതാണ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? ആറ്റമെല്ലാം ഉപയോഗിച്ച് തന്നെയാണ്. എന്നിട്ട് എന്തെല്ലോ ഉണ്ടാക്കിയെടുക്കുകയാണ്. മത്സരമാണ് എന്നിട്ട് ജീവിതത്തിൽ. എന്നിട്ടോ ശിവൻ അപ്പോൾ ഭയപ്പെട്ടുകൊണ്ട് ഓടാൻ തുടങ്ങി. 24 അവനാൽ അപ്പോൾ അവനും അതിൻ്റെ പിന്നാലെ ഓടി. ഭയന്ന് വിറച്ചുകൊണ്ട് ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും എല്ലാം അറ്റം വരെ ശിവൻ ഓടി. അവസാനം വടക്ക് ഭാഗത്തെത്തി. 25 ബ്രഹ്മാദി ദേവതകളെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാതെ മിണ്ടാതിരുന്നു. ബ്രഹ്മാദി ദേവതകളെല്ലാം ശിവന്റെ ഓട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വരം കൊടുത്തല്ല. അനന്തരം ശിവൻ ആ അവിദ്യയാകുന്ന ഇരുട്ടിൽ നിന്ന്, ഇതെല്ലാം ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളാണ്, ഇരുട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്ന, ഇതിൽ നിന്നെല്ലാം ദൂരെ നിൽക്കുന്ന പ്രകാശമാനമായ വൈകുണ്ഠത്തിലേക്ക് ഗമിച്ചു. അപ്പൊ ഇവന് പിന്നാലെ പോയി. അവിടെ ആരാണുള്ളത്? പ്രാണിദ്വേഷം പരിത്യജിച്ചവരും, പ്രാണികൾക്ക് ദോഷമൊന്നും ചെയ്യാതെ എല്ലാം പരിത്യജിച്ചിട്ട് ശാന്തന്മാരായ സന്യാസിമാർക്ക് പരമശക്തിയായിട്ട് നിൽക്കുന്ന നാരായണ മുനി പ്രത്യക്ഷമായിരുന്നു. ശ്രീനാരായണൻ അവിടെ പ്രത്യക്ഷമായിരുന്നു. ആ വൈകുണ്ഠത്തിൽ ചെന്നവർക്ക് പിന്നെ സംസാരത്തിലേക്ക് തിരിച്ചു വരവില്ല. ആ വൈകുണ്ഠത്തിൽ ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ, സന്യാസിമാരെല്ലാം അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല എന്നുള്ള, ഈ ഭൗതിക ലോകത്തിലേക്ക് പിന്നെ ആർക്കും തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലത്തേക്കാണ് ആര് ചെന്നത്? ഇവങ്കേരി ചെന്നത്. ശിവന് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഈ അസുരങ്കേരി ചെന്നത് ഇതിൻ്റെ പിന്നാലെ അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മസാക്ഷാത്കാരമാണല്ലോ. അതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്? അതാണ് ഇനി പറയാൻ പോകുന്നത്. 27-28 ആവിധം കഷ്ടപ്പെട്ട പരമശിവനെ കണ്ട് ദുഃഖനിവാരകനായ ശ്രീനാരായണൻ യോഗമായ വൈഭവത്താൽ ഒരു ബ്രഹ്മചാരിയായ വേഷം ധരിച്ച്, അദ്ദേഹം ഒരു ബ്രഹ്മചാരിൻ്റെ വേഷം ധരിച്ചു, ഒരു സന്യാസിൻ്റെ. എന്നിട്ടെന്താണ്? ചരട്, മാൻതോല്, ഒരു പ്ലാവിൻ്റെ കൊമ്പ്, ജപമാല, ഒരു സന്യാസിൻ്റെ മാതിരി എന്നിവയോടുകൂടി അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ട്, കയ്യിൽ കുശ ധരിച്ചുകൊണ്ട്, അകലെ നിന്നും വരുന്ന പോലെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ നിന്ന് എണീച്ചു വരുന്ന മാതിരിയല്ല പ്രത്യക്ഷപ്പെട്ടത്. അവിടെ ആകുമ്പോൾ അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സന്യാസിയുടെ രൂപം ധരിച്ചിട്ട് ദൂരെ നിന്നും വരുന്നത് പോലെ, അവിടത്തേക്ക് വരുന്നത് പോലെ പ്രത്യക്ഷപ്പെട്ടു. ആരോ ഒരു സന്യാസി വരുന്ന മാതിരിയല്ല, അത് വിഷ്ണു തന്നെ വേഷം കിട്ടിയതാണെന്ന് തോന്നരുതല്ലോ. വിനീതനായി എന്നിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് അഭിവാദ്യം ചെയ്തു, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. എൻ്റെ ശ്രീ ഭഗവാൻ പറഞ്ഞു 29 ഹേ ശകുനിപുത്ര, നിശ്ചയമായും താങ്കൾ തളർന്നിരിക്കുന്നു. താങ്കൾ ഓടി വളരെ തളർന്ന മാതിരി ഇരിക്കുന്നു. എന്തിനു വേണ്ടി ഈ ദിക്കിലേക്ക് ഓടി വന്നു? എന്തിനാണ് ഇവിടത്തേക്ക് ഓടി വരാൻ കാരണം? കുറച്ചു നേരം ഇരുന്ന് തളർച്ച തീർക്കും. അവിടെ കുറച്ച് ഇന്നൊരു തളർച്ചയിൽ തീർക്കും. ഈ ശരീരം ഒരുവന് സർവ്വ അഭിഷ്ടങ്ങളും നേരിത്തരാനുള്ളതാണ്. ഈ ശരീരം എന്ന് പറയുന്നത് നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കാനുള്ളതാണ്. അങ്ങനെ ആ ശരീരത്തെ ഇങ്ങനെ ഓടി വെറുതെ ക്ഷീണിപ്പിച്ച് വെക്കണ്ട, അത് നശിച്ചു പോകും. അതുകൊണ്ട് നീ ആ ശരീരത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കും. ഹേ മഹാത്മാവേ, താങ്കളുടെ കാര്യം കേൾക്കുന്നതിന് വിരോധമില്ലെങ്കിൽ എന്താണ് ഈ വരുന്നതിൻ്റെ എല്ലാം കാരണമെന്ന് എന്നോട് പറയാൻ വിരോധമില്ലെങ്കിൽ പറയാവുന്നതാണ്. സഹായികളോട് കൂടിയാണ് സാധാരണ കാര്യങ്ങൾ സാധിക്കാൻ. എപ്പോഴും ഒരു കൂട്ടുണ്ടാകുന്ന, സഹായത്തിന് ഒരാളുണ്ടാകുന്നത് നല്ലതാണ്. എന്തെങ്കിലും മാർഗങ്ങളെല്ലാം തിരിച്ചു
കിട്ടുമല്ലോ, നീ കുറേ കഥച്ചിരിക്കുകയാണ്. 31. ഇപ്രകാരമുള്ള മധുരവാക്കുകൾ കേട്ട് അസുരൻ തളർച്ച തീർന്ന്, അപ്പോൾ അവൻ്റെ തളർച്ചയെല്ലാം തീർന്ന് മുമ്പ് നടന്നതെല്ലാം അവൻ വിസ്തരിച്ച് പറഞ്ഞു. 32 ആ ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെയെല്ലാമാണ് സംഗതി എങ്കിൽ ആ ശിവന്റെ വാക്കിനൊന്നും ഞാൻ വലിയ കാര്യത്തിൽ എടുക്കുന്നില്ല. പ്രേതപിശാചുക്കളുടെ നാഥനാണ് അവൻ പ്രേതപിശാചുക്കളെല്ലാം തലവനായിട്ട് നടക്കുകയാണ്. അവൻ ദശശാപത്താല് പിശാച് വൃത്തി സ്വീകരിച്ചവനാണ്. ദക്ഷൻ ശപിച്ചിട്ട് പിശാചിന്റെ വൃത്തി സ്വീകരിച്ചവനാണ്. അവൻ്റെ പറയുന്ന വാക്കൊന്നും നീ ശ്രദ്ധിക്കരുത്. അസുര രാജാവേ, താങ്കൾക്ക് ആ ആചാര്യനിൽ വിശ്വാസം നിലനിൽക്കുന്നു. ഇനിയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അയാൾ അത് ആചാര്യനായിട്ട് നല്ലൊരാളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വേഗം തൻ്റെ തലയിൽ കൈവച്ച് പരീക്ഷിച്ചാൽ, നിന്റെ തലയിൽ തന്നെ വെച്ചൊന്ന് നോക്കുക, അത്രയല്ലേ ഉള്ളൂ. വേറെ ആളെ തലയിൽ നോക്കി അടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിന്റെ തലയിൽ തന്നെ ഒന്ന് കൈവച്ച് നോക്ക്, വല്ല അനുഭവപ്പെടുന്നുണ്ടോ എന്നറിയാതെ. അങ്ങനെ ചുമ്മാ പറഞ്ഞതാണ്. ഹേ അസുര പുങ്കവ, ശിവന്റെ വാക്ക് കളവാണെങ്കിൽ, എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നും നടന്നിട്ടില്ലെങ്കിൽ ശിവനെ നല്ലോണം തല്ലു കൊടുക്കുക. ആ ശിവനെ നല്ലോണം ഇട്ട് 2 കൊടുക്കുക. ഇനി ഭാവിയിൽ ഒരിക്കലും ഇവൻ ഈ കളവ് പ്രവർത്തിക്കരുത്, ഇങ്ങനത്തെ വാക്ക് കൊടുക്കരുത്. അതുകൊണ്ട് 2 പോയി കൊടുക്കണം. ആദ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കുക, അതിന് വല്ല ശക്തിയുണ്ടോ. ഇപ്രകാരം 35 ഇപ്രകാരം അമ്പരിപ്പിക്കുന്ന വാക്ക് കേട്ട ആ അസുരൻ ഭ്രംശിക്കപ്പെട്ട ബുദ്ധി, അവൻ്റെ ബുദ്ധിയെല്ലാം ഒരുമാതിരിയായിരുന്നു, ഓർമ്മ വിട്ടവനായി ഭവിച്ചു. അവന് ഓർമ്മക്കുറവെല്ലാം ഉണ്ട്. ആ ബുദ്ധിമോശത്താൽ തൻ്റെ തലയിൽ കൈവച്ചു. ഒന്ന് വെച്ച് നോക്കാമെന്ന് വെച്ചു. ഉടനെ, കാരണം ഒരു സന്യാസിയല്ല പറയുന്നത്, എല്ലാം വിരക്തി വന്നിട്ട് പറയുമ്പം പിന്നെ അവിശ്വസിക്കണ്ട. ഉടനെ 36 പെട്ടെന്ന് തന്നെ വജ്രത്താൽ അടിയേറ്റതുപോലെ, അല്പനേരം കൊണ്ട്, ആ വച്ച സമയം തന്നെ വജ്രത്താൽ അടിയേറ്റതുപോലെ തകർന്ന തലയോടുകൂടിയവനായി അവൻ നിലത്ത് വീണു. അപ്പോൾ സ്വർഗലോകത്തിൽ ജയാഘോഷമെല്ലാം മുടങ്ങി, സ്തുതി ഗീതങ്ങളും അവിടുന്ന് പാടാൻ തുടങ്ങി. പാപിയായ വൃദ്ധാസുരൻ കൊല്ലപ്പെട്ടപ്പോൾ ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ ഇതെല്ലാം നടക്കുമ്പോൾ പിന്നെ അവന്മാർ അവിടെ നിന്ന് പുഷ്പം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ശ്രീശങ്കരൻ്റെ സങ്കടവും തീർന്നു. ശിവനോട് ഭഗവാൻ പറഞ്ഞു. 38, 39 അത്യാശ്ചര്യം മഹാദേവ, പാപിയായ ഇവൻ തൻ്റേതായ ദുഷ്കർമ്മത്താൽ ഹനിക്കപ്പെട്ടവനാണ്. ഇവൻ്റേതായ ദുഷ്കർമ്മത്തിൽ മരിച്ചു. മഹാപുരുഷന്മാർക്ക് പോലും അപരാധം പ്രവർത്തിച്ച ഇവൻ, മഹാപുരുഷന്മാർക്ക് പോലും അപരാധം പ്രവർത്തിക്കുന്ന ഏത് പ്രാണിയാണ് രക്ഷ നേടിയിട്ടുള്ളത്? മഹാപുരുഷന്മാർക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരൊന്നും രക്ഷ നേടാൻ പോകുന്നില്ല. സർവലോകരാജ്യനാഥനായ വിശ്വേശ്വരനായ അങ്ങയോട് അപവാദം പ്രവർത്തിച്ചാൽ പിന്നെ അവൻ്റെ സ്ഥിതി പറയാനുണ്ടോ? അങ്ങീ വിശ്വത്തിൻ്റെ എല്ലാം നാഥനാണ്, ഈ ഭൗതിക ലോകത്തിൻ്റെ. അങ്ങയോടിത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നാശം സുനിശ്ചിതമാണ്. ഇങ്ങനെ ശ്രീഹരി പരമശിവനെ രക്ഷിച്ച ഈ കഥ ആരെങ്കിലും കേൾക്കുകയോ പറയുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ സംസാര ദുഃഖവും തീരും, ശത്രുക്കളോടുള്ള പേടിയും ഇല്ലാതാവും എന്നും പറഞ്ഞിട്ട് കഥ അവസാനിപ്പിക്കുകയാണ്. അതായത് അവന് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടി, അവൻ ആ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞല്ലോ. അവൻ വിഷ്ണുവിൽ പോയി ജയിച്ചു. അപ്പം കൃഷ്ണനെ ആരാധിക്കുന്നവർ ഈ അവസ്ഥയാണ് പ്രാപിക്കുക. അവന്മാർക്ക് പെട്ടെന്ന് മോക്ഷം കിട്ടും. മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ ആദ്യം പിച്ചക്കാരാക്കും, ഉള്ള എല്ലാം നശിക്കും, വീട്ടുകാരും എല്ലാം ത്യജിക്കും, അവിടെ പോയി ചേരും. എല്ലാ ഭൗതിക നേട്ടങ്ങൾ നേട്ടണ്ടെങ്കിൽ ഈ ഭൗതിക ഗത്യത്തിലെല്ലാം കാരണമായ
ആറ്റത്തിൽ നിന്നാണല്ലോ ജലമുണ്ടായിരിക്കുന്നത്, അഗ്നി ഉണ്ടായിരിക്കുന്നത് എല്ലാം. അവരെ ആരാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഭിക്ഷത. ഏതിലൂടെ ആരാധിക്കണം? സത്വരജോ തമോ ഗുണത്തിലൂടെ അധ്വാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് നേടാം. പക്ഷെ ഉണ്ടാകുന്ന ദോഷം എന്താണ്? നിങ്ങൾ സമ്പത്ത് അങ്ങനെ വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഹങ്കാരികളാകും. നാട് തന്നെ നശിപ്പിക്കും. വരം കൊടുത്തവരെ തന്നെ നശിപ്പിക്കും. വെള്ളം നദി നിങ്ങൾക്ക് കുടിക്കാനും എല്ലാം കൃഷി ചെയ്യാനുള്ള എല്ലാം സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആ നദിയെ തന്നെ നിങ്ങൾ നശിപ്പിച്ചിട്ട് ഒന്നിനും കൊള്ളാതാക്കി മാറ്റും. വായു നിങ്ങൾ ശ്വസിക്കാൻ സഹായിക്കുകയാണെങ്കിൽ ആ വായുവിനെ തന്നെ നിങ്ങൾ നശിപ്പിച്ചിട്ട് ഉപയോഗശൂന്യമായി തീർക്കും. വനങ്ങൾ നിങ്ങൾക്ക് രക്ഷകരാണ്. ആ വനങ്ങളെ നിങ്ങൾ വെട്ടി നശിപ്പിക്കും. പരിസ്ഥിതി നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. നിങ്ങൾ ആ പരിസ്ഥിതിയെ തന്നെ നശിപ്പിച്ച് കുളം തോണ്ടും. ഇതാണ് ഇതിലൂടെ നൽകുന്ന സന്ദേശം.